അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിനെ പറ്റി പഠിച്ച്, ഫുൾ വേവ് സെൻട്രൽ ടാബ്ഡ് റെക്ടിഫയറിനെ പഠിച്ച്, അത് ഇനി പഠിക്കാൻ പോകുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അപ്പം സെൻട്രൽ ടാബ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ പോലെ തന്നെ അതിന്റെ അതേ ഫംഗ്ഷൻ ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്. അതായത് ഒരു AC സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഫുൾ രണ്ട് പോസിറ്റീവ് സൈക്കിളും. അതിന്റെ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മളൊരു AC സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് DC ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഒരു DC ഔട്ട്പുട്ട് കിട്ടും. സോ ഇതിന്റെ അകത്ത് വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെന്റർ ടാബ്ഡ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിലാണെങ്കിൽ രണ്ട് ഡയോഡേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് 4 ഡയോഡുണ്ട്. ഈ 4 ഡയോഡ് ഒരു ബ്രിഡ്ജ് കണക്കിന് ഫോം ചെയ്തിട്ട് അതിന്റെ നടുക്കാണ് നമ്മൾ ലോഡ് വെച്ചിരിക്കുന്നത്. മറ്റേ സെന്റർ ടാബിലാണെങ്കിൽ നമ്മൾ നേരെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് അത് ഇതുമായിട്ടുള്ള വ്യത്യാസം. സോ ഇവിടെ 4 ഡയോഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു AC ഇൻപുട്ട് ഡയറക്റ്റ് കൊടുക്കും, നമ്മൾ ലോഡ് ഇതിന്റെ ഇടയിൽ നിന്ന് എടുക്കും. സോ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ വർക്കിംഗ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പോലെ ഒരു AC സപ്ലൈ കൊടുക്കണം. അപ്പൊ ACയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്ത്, ACയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളോടും ഇവിടെ പോസിറ്റീവ് കിട്ടും, ഇവിടെ നെഗറ്റീവ് കിട്ടും. നേരത്തെ നമുക്ക് ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടായിരുന്നു, ഇതിൽ ട്രാൻസ്ഫോമർ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PN ജംഗ്ഷന് ഫോർവേഡ് ബയാസിംഗും ഉണ്ട്, റിവേഴ്സ് ബയാസിംഗും ഉണ്ട്. ഫോർവേഡ് ബയാസിംഗ് എന്നാൽ P റീജിയൻ പോസിറ്റീവിലും N റീജിയൻ നെഗറ്റീവിലും കണക്ട് ചെയ്യുമ്പോഴാണ് ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗിൽ കറണ്ട് ജംഗ്ഷൻ വഴി പാസ്സാവും. ഇനി അടുത്ത റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ P റീജിയൻ നെഗറ്റീവിലും N റീജിയൻ പോസിറ്റീവിലും. ഇതില് ജംഗ്ഷൻ വഴി കറണ്ട് പാസ്സാവൂല. ഇതാണ് ഇതിന്റെ രണ്ട് കണ്ടീഷൻ. സോ നോക്കാം. സോ നമ്മളിവിടെ പോസിറ്റീവ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, കറണ്ട് ഇതുവഴി ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ 2 ഡയോഡ് ഉണ്ട്. അപ്പൊ ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പം പോസിറ്റീവ് P റീജിയനിൽ പോസിറ്റീവ് വന്നാൽ അവിടെ എന്താ ഫോർവേഡ് കണ്ടക്ഷൻ ഉണ്ട്. N റീജിയനിൽ പോസിറ്റീവ് വന്നാൽ ഫോർവേഡ് കണ്ടക്ഷൻ ഇല്ല, അപ്പൊ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ കറണ്ട് ഇവിടെ ഇതുവഴി പാസ്സായിട്ട് നേരെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ വരും. ഈ ജംഗ്ഷനിൽ വരുന്ന സമയത്ത് എന്ത് പറ്റും? സോ കറണ്ട് പാസ്സായി ഈ ജംഗ്ഷനിൽ വരും. ഈ ജംഗ്ഷനിൽ വരുമ്പോൾ കറണ്ട് നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് വന്ന സമയത്ത് ഈ നെഗറ്റീവിലാണ് പോസിറ്റീവ് വന്നത്. അപ്പൊ ഈ ഡയോഡ് വഴിയും കറണ്ട് ഇല്ല. അപ്പൊ എന്തൊരു കറണ്ട് ഇതുവഴി ഇറങ്ങി സിയിലെത്തുമ്പോ എന്തൊരു കറണ്ട് തിരിച്ച് ഈ ഡയോഡിലോട്ട് വരും. ഈ ഡയോഡിൽ വരുമ്പം ഇവിടെ പോസിറ്റീവ് വരുന്ന സമയത്ത് P റീജിയനിലാണ് പോസിറ്റീവ് വന്നത്. അപ്പൊ ഇവിടെ എന്ത് കണ്ടക്ഷൻ ഉണ്ട്. അപ്പൊ കണ്ടക്ഷൻ ഇതുവഴി ഇറങ്ങി ഇങ്ങനെ പോകും. സോ ഒരിക്കൽ കൂടി പറയാണ്, സോ കറണ്ട് ഇതുവഴി വന്ന് ഓക്കെ. അപ്പം ഇവിടെ എത്തിയപ്പോ ജംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ് നിൽക്കുന്നത്. പോസിറ്റീവ് ആയ സമയത്ത് എന്ത് പറ്റി? റിവേഴ്സ് ബയാസ് കണ്ടീഷനും ഉണ്ട്, ഫോർവേഡ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്പം സോ ഒന്നുകൂടി പറയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്തു. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് എത്തി. അപ്പൊ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. സോ എന്ത് പറ്റും? കറണ്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഈ ജംഗ്ഷനിലെത്തും. A എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തുമ്പോൾ 2 വഴിയുണ്ട്. അപ്പം കറണ്ട്
സോ ഒന്നുകൂടി പറയാണ്, നമ്മൾ ഫസ്റ്റ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുമ്പോൾ ഇവിടെ പോസിറ്റീവായി ഇവിടെ നെഗറ്റീവായി. ഈ പോസിറ്റീവ് ഇതുവഴി ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി ഈ ജംഗ്ഷൻ എയിൽ എത്തുന്ന സമയത്ത് രണ്ട് ഡയോഡ് ഇരിപ്പുണ്ട്. അപ്പം ഡയോഡ് D1 പി റീജിയനിലാണ് പോസിറ്റീവ്. അപ്പൊ പി റീജിയനിൽ പോസിറ്റീവ് പറഞ്ഞാൽ അവിടെ ഫോർവേഡ് ബയാസിങ് നടക്കും, അപ്പൊ കണ്ടക്ഷൻ ഉണ്ട്. ഇനി അടുത്ത് D2 നെഗറ്റീവ് റീജിയനിലാണ് പോസിറ്റീവ്, അപ്പോൾ കണ്ടക്ഷൻ അവിടെ ഇല്ല. അപ്പം D1 കണ്ടക്ഷൻ ഉണ്ട്. അപ്പൊ കറണ്ട് വീണ്ടും ട്രാവൽ ചെയ്ത് ഡി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ അവിടെ ഒരു RL ഉണ്ട്, ഒരു D4 ഉണ്ട്. അപ്പൊ D4 നോക്കും, പി പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവിലാണ് വന്നിരിക്കുന്നത്, അതായത് N റീജിയനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഇല്ല. അപ്പൊ എന്തെന്ന് കറണ്ട് ട്രാവൽ ചെയ്ത് RL വഴി C എന്ന് പറയുന്ന പോയിന്റ് എത്തും. C എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ കറണ്ട് D3 നോക്കും. D3 നോക്കുന്ന സമയത്ത് പി റീജിയനിലാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഉണ്ട്. അപ്പൊ കറണ്ട് ഇതുവഴി ട്രാവൽ ചെയ്ത് ഇതുവഴി ഇറങ്ങും. സോ അങ്ങനെ RL നമുക്ക് ലോഡ് കിട്ടും. സോ ഇനി ഞാൻ അതിന്റെ പാത്ത് കാണിച്ചു തരാം. നമുക്കില്ലാത്ത രണ്ട് ഡയോഡാണ് D2ഉം D4ഉം നമുക്കില്ല. അപ്പൊ ഇതിന്റെ പാത്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിന്റെ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കറണ്ട് ഇതുവഴി കയറി ഇങ്ങനെ ഇറങ്ങി RL സ്റ്റോർ ആയിട്ട് തിരിച്ച് ഇതുവഴി ഇറങ്ങി പോകും. സോ ഇനി അടുത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുകയാണ്. പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ DC ഔട്ട്പുട്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ DC ഔട്ട്പുട്ട് വരയ്ക്കാൻ മറന്നു ഏതാണ് ചേർത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് വന്നെന്ന് വെച്ചു. അപ്പൊ കറണ്ട് ഇതുവഴി പാസ്സാവും, ഇവിടെ എത്തും. ഇവിടെ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ഈ രണ്ട് D1 നോക്കും D2 നോക്കും. അപ്പൊ നെഗറ്റീവ് പി റീജിയനില് D1 നോക്കുമ്പോൾ പി റീജിയനിൽ നെഗറ്റീവ് ആണ്. അപ്പൊ ഈ ഡയോഡ് ഇല്ല, നമുക്ക് ഈ ഡയോഡിൽ കണ്ടക്ഷൻ നടക്കില്ല. അതിന് പകരം ഈ ഡയോഡിലാണ് ഇപ്പം കണ്ടക്ഷൻ നടക്കുന്നത്. ഇവിടെ ഫോർവേഡ് ബയാസിങ് നടക്കും. സോ അടുത്ത് കറണ്ട് വന്നിട്ട് സിയിൽ വന്നിരിക്കുമ്പോൾ എന്തൊരു കറണ്ട് നോക്കും, സിയിൽ നെഗറ്റീവ് വന്നിരിക്കുന്ന സമയത്ത് എന്ത് നോക്കും, RL വഴി പോണോ D3 വഴി പോണോ നോക്കുക. അപ്പൊ D3 നോക്കുന്ന സമയത്ത് നെഗറ്റീവ് പി റീജിയനിൽ വന്നിരിക്കും. അപ്പം പി റീജിയനിൽ വന്നാൽ അവിടെ എന്തെന്നാണ് ബയാസിങ് ആണ്, റിവേഴ്സ് ബയാസിങ്. അതുകൊണ്ട് നമുക്ക് അതും ഇല്ല ഇപ്രാവശ്യം. സോ ഇപ്പൊ എന്ത് ചെയ്യും, കറണ്ട് RL വഴി പാസ്സാവും. RL വഴി പാസ്സായി ഡിയിൽ വരും. ഡിയിൽ വരുമ്പം പിന്നെ D4 നോക്കും. D4 നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ നെഗറ്റീവ് വന്നിട്ട് D4 നോക്കുമ്പോൾ നെഗറ്റീവ് അപ്പൊ ഇതുവഴി കറണ്ട് പാസ്സാവും. സോ എന്നിട്ട് നമുക്ക് RL ഔട്ട്പുട്ട് വെളിയിൽ വരും. അതായത് ഇപ്രാവശ്യം കറണ്ട് പാസ്സാവുന്നത് എങ്ങനെയാണ്, ഇപ്രാവശ്യം കറണ്ട് പാസ്സാവുന്നതെന്ന് പറഞ്ഞാൽ ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി, അങ്ങനെ നമുക്ക് DC ഔട്ട്പുട്ട് അടുത്ത് കിട്ടും. ഇതിന്റെ റിപ്പിൾ എല്ലാം കഴിഞ്ഞ് കപ്പാസിറ്റർ വെച്ച് ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. വേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് തിയറട്ടിക്കൽ ആയിട്ട് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ.